വടക്കേ ഇന്ത്യൻ ഗ്രാമങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ചാൽ നമുക്ക് എപ്പോഴും കാണാൻ കഴിയുന്ന ഒരു വാഹനമാണ് ട്രാക്ടർ. അതായത് പഞ്ചാബിലെയും ഹരിയാനയിലെയും യു പിയിലെയും എല്ലാം കർഷകരുടെ യാത്രയ്ക്കും അവരുടെ കൃഷിക്കും അവരുടെ കൃഷി ഉൽപ്പന്നങ്ങൾ ചന്തയിലേക്ക് കൊണ്ടുപോകാനുമെല്ലാം ഉപയോഗിക്കുന്ന അവരുടെ ജീവിതത്തിൻ്റെ തന്നെ ഭാഗമായ ഒരു വാഹനമാണ് ഈ ട്രാക്ടർ എന്ന് പറയുന്നത്. ഏതാണ്ട് 50,000-ഓളം ട്രാക്ടറുകളാണ് ദില്ലി തലസ്ഥാന നഗരിയിലേക്ക് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോകാൻ വേണ്ടി പഞ്ചാബിലെയും ഹരിയാനയിലെയും അതിർത്തികളിൽ കാത്തു കിടക്കുന്നത്. കർഷകരായിട്ടുള്ള ആൾക്കാർ തങ്ങളുടെ ചില ആവശ്യങ്ങൾ മുൻനിർത്തി ദില്ലിയിലെ ജന്തർ മന്ദറിൽ ഒരു വലിയ സമരം, അല്ല ജന്തർ മന്ദർ അല്ലെങ്കിൽ സർക്കാർ നൽകുന്ന ഏതൊരു സ്ഥലത്തും അവർക്കൊന്ന് പ്രതിഷേധിക്കണം. പക്ഷേ നിർഭാഗ്യവശാൽ ആധുനിക ഇന്ത്യയിൽ, നരേന്ദ്രമോദിയുടെ ഇന്ത്യയിൽ പ്രതിഷേധിക്കാൻ അവസരമില്ല. നിങ്ങൾ പ്രതിഷേധിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ സ്ഥാനം വളരെ അകലെയായിരിക്കും, നിങ്ങൾ പടിക്ക് പുറത്തായിരിക്കും. നമ്മൾ കാണുകയാണ്, കഴിഞ്ഞ ഏതാണ്ട് 5 ദിവസക്കാലമായി നമ്മളുടെ അന്നദാതാക്കളായ നമ്മൾക്ക് വേണ്ടി വയലിൽ പണിയെടുത്ത് കൃഷി ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് നമ്മളുടെ വീടുകളിലേക്ക് എത്തിച്ച് നമ്മളുടെ വിശപ്പകറ്റുന്ന നമ്മുടെ കർഷകരായ സുഹൃത്തുക്കളെ എത്ര നികൃഷ്ടമായിട്ടാണ് നമ്മുടെ ഭരണകൂടം കൈകാര്യം ചെയ്യുന്നതെന്ന്. പോലീസുകാരുടെ നിയമപരിപാലനത്തിന്, ക്രമസമാധാന പാലനത്തിനുള്ള പോലീസുകാരെ ഇപ്പോൾ വിട്ടിരിക്കുന്നത് അള്ളു വയ്ക്കാനാണ്. പണ്ട് സമൂഹത്തിലെ ഏറ്റവും സമൂഹ ദ്രോഹികളായിട്ടുള്ളവർ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ അള്ളു വെക്കുക. ആ വണ്ടി പോകുമ്പോൾ വണ്ടിയുടെ ടയറ് കാറ്റ് പോകാൻ വേണ്ടി ഇതേപോലെ അള്ളു റോഡിൽ വിതറി ഇടുക എന്നുള്ള ഒരു പരിപാടി. അതിപ്പോൾ പോലീസാണ് ചെയ്യുന്നത്. റോഡ് മുഴുവൻ കോൺക്രീറ്റ് ചെയ്യുക, നാഷണൽ ഹൈവേ കോൺക്രീറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് വലിയ നമ്മുടെ ഈ കൈയുടെ അത്രയും നീളമുള്ള ഇരുമ്പ് കമ്പി കൂർപ്പിച്ച് അതിൻ്റെ അകത്ത് കോൺക്രീറ്റ് ചെയ്ത് വെക്കുകയാണ് ഈ ട്രാക്ടറുകൾ കയറിപ്പോകാതിരിക്കാൻ. കർഷകരുടെ നേരെ പെല്ലറ്റ്, റബ്ബർ ബുള്ളറ്റ് പായിച്ച് വിടുകയാണ്. 3 കർഷകരുടെ കാഴ്ച പോയി എന്നാണ് പറയുന്നത്. പണ്ട് കാശ്മീരിലായിരുന്നു ഇത്തരത്തിൽ റബ്ബർ ബുള്ളറ്റ് ഉപയോഗിച്ച് കണ്ണിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെടുന്നത്. ഇത്തരം പ്രവർത്തികൾ വളരെ സാധാരണമായി നടക്കുന്ന മറ്റ് വിദേശ രാജ്യങ്ങളുണ്ട്. യാതൊരു മനുഷ്യ അവകാശങ്ങളും പാലിക്കപ്പെടാത്ത കുറേയധികം രാജ്യങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ ഇന്ത്യയുടെ ഒരു ചരിത്രത്തിൽ അത്തരം കാര്യങ്ങൾ അധികം സംഭവിച്ചു കാണാറില്ല. പക്ഷേ ഇവിടെ നമ്മുടെ കർഷക സുഹൃത്തുക്കൾക്ക് നേരെ ഈ റബ്ബർ ബുള്ളറ്റുകൾ ഇവർ പ്രയോഗിക്കുകയാണ്. ഏതെല്ലാം രീതിയിൽ അവരെ അടിച്ചമർത്താൻ പറ്റുമോ ആ രീതിയിലെല്ലാം അവരെ അടിച്ചമർത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഡ്രോൺ ഉപയോഗിച്ചിട്ട് ടിയർ ഗ്യാസ് കർഷക സുഹൃത്തുക്കൾ കൂടി നിൽക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ഇടുകയാണ് ഡ്രോൺ ഉപയോഗിച്ച്. എത്രമാത്രം ജനവിരുദ്ധമായ ഒരു സർക്കാരാണ് ഈ രാജ്യത്ത് ഭരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ ഇതിലും കൂടുതൽ എന്ത് ഉദാഹരണമാണ് വേണ്ടത്? നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കർഷകരായിട്ടുള്ള ഇവർ 3 വർഷം മുമ്പ് 2021 വലിയൊരു സമരം ചെയ്തിരുന്നു. അത് പാർലമെന്റ് പാസാക്കിയ കാർഷിക നിയമത്തിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധമായിരുന്നു. അന്ന് ഏതാണ്ട് 100 കണക്കിന് കർഷകർക്ക് ജീവിതത്തെ തന്നെ ബാധിക്കുന്ന തരത്തിൽ പരിക്കുപറ്റി, ജീവൻ നഷ്ടമായി, അവരുടെ എല്ലാ കാര്യങ്ങളും മുടങ്ങുന്ന ഐതിഹാസികമായ ഒരു സമരം. കർഷകർക്ക് മുമ്പിൽ അവസാനം നരേന്ദ്രമോദി സർക്കാർ മുട്ടുമടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. അപ്പോൾ കർഷകർ അവരുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയാൽ അത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു സർക്കാരാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത്. ഒരാൾക്കും പ്രതികരിക്കാൻ പറ്റില്ല, പ്രതികരിക്കാൻ അനുവദിക്കില്ല. ഞങ്ങൾ പറയുന്നത് മാത്രം, മൻ കി ബാത്ത് ഞങ്ങൾ പറയുന്നത് മാത്രം അങ്ങോട്ട് കേൾക്കുക, തിരിച്ചൊന്നും ഇങ്ങോട്ട് പറയേണ്ട എന്നൊരു സമീപനത്തിലേക്കാണ് രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ നീങ്ങുന്നത്. ആദ്യത്തെ കർഷക സമരം ഒത്തുതീർപ്പാക്കി. ആ സമരത്തിൽ കർഷകർ ആവശ്യപ്പെട്ട കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞു എങ്കിൽ പോലും അത് എത്രമാത്രം അത് പ്രാബല്യത്തിലായിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് പല കോണുകളിൽ നിന്നും സംശയം ഉയർന്നിരിക്കുകയാണ്. ഇപ്പോൾ ഈ രണ്ടാമത് ഉള്ള സമരത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യം താങ്ങുവില ഉറപ്പാക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, 2011 ദില്ലിയിൽ ഒരു വലിയ സമരം നടന്നിരുന്നു. ആ സമരത്തിന് നേതൃത്വം കൊടുത്തത് രാംദേവ്, അണ്ണാ ഹസാരെ, അരവിന്ദ് കെജ്രിവാൾ, കിരൺ ബേഡി, അങ്ങനെ തുടങ്ങുന്ന പ്രമുഖരായിട്ടുള്ള ആൾക്കാർ. ആ സമരത്തിൽ പങ്കെടുക്കാൻ 100 കണക്കിന് 10,000 കണക്കിന് മനുഷ്യരാണ് ദില്ലി നഗരത്തിലേക്ക് എത്തിയത്. അതിൻ്റെ വലിയൊരു പങ്കും BJPയുടെ പ്രവർത്തകരായിരുന്നു. അന്ന് UPA സർക്കാരിൻ്റെ അഴിമതിക്കെതിരായിട്ട് ഇത്രയും വലിയൊരു പ്രതിഷേധം
തലസ്ഥാന നഗരിയിൽ സംഘടിപ്പിച്ചു. ആർക്കും ഒരു പ്രശ്നവും ഉണ്ടായില്ല. ഭരണം മാറി. അണ്ണാ ഹസാരയുടെ സമരത്തിൻ്റെ ഗുണം വലിയ തോതിൽ കിട്ടിയത് BJPക്കാണ്. BJP അധികാരത്തിൽ വന്ന് 10 വർഷം കഴിയുമ്പോൾ തലസ്ഥാന നഗരിയിൽ ഒരാൾക്ക് പോലും പ്രതിഷേധിക്കാൻ പറ്റില്ല. മറ്റേത് ജന്തർ മന്ദറിൽ എന്തുമാത്രം സമരങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അറിയാവുന്നതാണ്. BJP വന്നതിന് ശേഷം ആ സമരങ്ങളെല്ലാം ഏതാണ്ട് നിരോധിച്ച അവസ്ഥയിലാണ്. വേണമെങ്കിൽ ഒരു ടോക്കൺ സമരം നടത്താം, അത് പോലീസിൻ്റെ പ്രത്യേക പെർമിഷൻ വേണം. ആ രീതിയിലേക്ക് രാജ്യത്ത് ജനാധിപത്യ സംവിധാനത്തെ ആകെ ദുർബലപ്പെടുത്തുന്ന ഒരു ഭരണകൂട ഭീകരതയാണ് ഇപ്പോൾ ഈ രാജ്യത്ത് നടക്കുന്നതെന്ന് നമുക്കറിയാം. അതിൻ്റെ അവസാനത്തെ ഉദാഹരണമായി ഈ കർഷക പ്രക്ഷോഭം മാറട്ടെ എന്ന് മാത്രമേ നമുക്ക് ആശിക്കാനായിട്ട് കഴിയൂ. കാരണം തെരഞ്ഞെടുപ്പ് വർഷമാണ്. ഈ പ്രക്ഷോഭ സമരത്തിൽ കർഷകർക്ക് നേരെ ഉണ്ടായിട്ടുള്ള അട്രോസിറ്റീസ് അത് പറഞ്ഞാലും തീരത്തില്ല. 2 വട്ടം അവരുമായിട്ട് ഇപ്പോൾ ചർച്ച നടന്നു. പക്ഷേ കർഷകർ പറയുന്ന ഒരു ആവശ്യവും അംഗീകരിക്കാൻ അവർ തയ്യാറായില്ല. എന്തുകൊണ്ട് ഈ സമരത്തെ ഇവർ തടയുന്നു എന്നുള്ളത് കേൾക്കുമ്പോഴാണ് ഇതിൽ ഏറ്റവും രസകരമായ കാര്യം. അവർ പറയുന്നത് ദില്ലി തലസ്ഥാന നഗരിയാണ്, അവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തെ ഈ സമരം ബാധിക്കും. ഈ കർഷകരെല്ലാവരും കൂടെ ഡൽഹിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ നഗര ജനതയുടെ ജീവിതത്തെ അത് ബാധിക്കും, അവരുടെ ട്രാഫിക്കിന് ബാധിക്കും എന്നൊക്കെ പറഞ്ഞാണ്. മുൻകാലങ്ങളിൽ ഈ സമരം നടത്തിയിട്ടുള്ള അണ്ണാ ഹസാരയുടെ ഒപ്പം സമരം നടത്തിയിട്ടുള്ള BJPക്കാർ ഡൽഹിയിൽ വന്നപ്പോൾ ഒന്നും സംഭവിച്ചില്ല. ഇപ്പോൾ കർഷകർ വരുമ്പോൾ ഏതാണ്ടെല്ലാം സംഭവിക്കും. അതല്ല വസ്തുത. ഈ കർഷകരുടെ ഈ പ്രതിഷേധം ലോകം കാണും, ലോകം ഇതേക്കുറിച്ച് അറിയും. അത് നരേന്ദ്രമോദി സർക്കാരിന് ഒട്ടും ഗുണകരമല്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഈ സമരത്തെ അടിച്ചമർത്താനായി സർക്കാർ തീരുമാനമെടുത്തതും കർഷകർക്ക് നേരെ വിവിധ തരത്തിലുള്ള അടിച്ചമർത്തൽ മാർഗങ്ങൾ, അത് ലാത്തി ചാർജ് ആവട്ടെ, ഈ പറയുന്ന ടിയർ ഗ്യാസ് ആവട്ടെ, അങ്ങനെ പല രീതിയിലുള്ള അടിച്ചമർത്തൽ മാർഗങ്ങൾ സർക്കാർ സ്വീകരിച്ചത്. നരേന്ദ്രമോദി സർക്കാരിന് മുന്നിൽ മുട്ടുമടക്കില്ല എന്നുള്ളതാണ് കർഷകർ പറഞ്ഞിട്ടുള്ളത്. വലിയ ചെറുത്തുനിൽപ്പാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ പോരാട്ടത്തിൽ നിന്ന് പിന്നോട്ടില്ല. അതിൽ എന്ത് ജീവൻ കൊടുക്കുക. കാരണം ഓരോ ട്രാക്ടറിലും ഏതാണ്ട് 3 മാസമെങ്കിലും അവർക്ക് ജീവിക്കാനുള്ള സാധനങ്ങൾ കർഷകർ കരുതിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് സവാളയുണ്ട്, അതിൻ്റെ അകത്ത് കിഴങ്ങുണ്ട്, അതിൻ്റെ അകത്ത് ഗോതമ്പ് മാവുണ്ട്, അവർക്ക് ജീവിക്കാൻ വേണ്ടുന്ന ഗ്യാസ് കുറ്റിയുണ്ട്. എല്ലാം അവർ റെഡിയാക്കിയാണ് ഈ സമരത്തിലേക്ക് അവർ വന്നിട്ടുള്ളത്. ഈ കർഷക സമരത്തിന് വലിയ പിന്തുണ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കിട്ടുന്നു. സാധാരണ ജനങ്ങളുടെ മനസ്സ് ഈ സമരത്തിനൊപ്പമാണ്, നരേന്ദ്രമോദിക്കൊപ്പമല്ല എന്നുള്ളതാണ് ഈ രാജ്യം ഉറക്കെ വിളിച്ചു പറയുന്നത്.